Hey guys, welcome back to my channel. അപ്പം ഡുങ്കി എന്ന് പറയുന്ന സിനിമ കണ്ടു. ഇത് ഒരുപാട് വെയിറ്റ് ചെയ്തൊരു സിനിമയാണ്. ബിക്കോസ് രാജ്കുമാർ ഹിരണി എന്ന് പറയുന്ന ഡയറക്ടർ ഒരു പടം ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു കാര്യമാണ്. കാരണം ഇത് വരുമ്പോൾ ഫ്ലോപ്പും നമ്മളെ ഡിസപ്പോയിൻറ്റഡ് ആക്കാത്തൊരു ഡയറക്ടറും കൂടെയാണ് രാജ്കുമാർ ഹിരണി. പക്ഷേ ഈ പടത്തിൽ ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. ഇതിലത്തെ റൈറ്റർ വന്നിട്ട് അഭിജിത്ത് ജോഷി, പിന്നെ കനിക എന്ന് പറയുന്ന ആളത്തെ റൈറ്റർ, അത് രാജ്കുമാർ ഹിരണിയുണ്ട്. ഇതിലെ സ്റ്റോറിയുടെ കണ്ടന്റ് അടിപൊളി കണ്ടന്റ് ആയിരുന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആ കണ്ടന്റിലുള്ള ആ സംഭവം ആ ഒരു സ്റ്റോറിയിൽ വന്നിട്ടില്ല. എനിക്കിതെപ്പം മനസ്സിലായെന്ന് ചോദിച്ചാൽ ഇത് ലാസ്റ്റ് ഇതിൽ റിയലായിട്ട് നടന്ന സംഭവത്തിൻ്റെ കുറച്ച് ഇമേജസ് കാണിക്കും. അത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇത് എന്തോന്ന് കാണിച്ച് വെച്ചേക്കുന്നത്, ഈ സംഭവിക്കുന്ന സിനിമയിലില്ലല്ലോ എന്ന് ഞാൻ കുറേ ആലോചിച്ച്. കാരണം ആ വരുന്ന ഒരു സ്ട്രഗിളും അതൊക്കെ ഭയങ്കരമായിട്ട് കാണിച്ചത് കണ്ടല്ലോ. ഈ പടം വേറെ ലെവലിൽ വന്നാണ്, വേറെ ലെവലിൽ. പക്ഷെ അതൊന്നും കാണിച്ചിട്ടില്ല. കുറേ കോമഡിയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. പിന്നെ മെയിനായിട്ട് വിക്കി കൗശലാണ് തകർത്ത് അഭിനയിച്ചിരിക്കുന്നത് ഷാറുഖ് ഖാനെ കാട്ടിലും. വിക്കി കൗശലൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഷാറുഖ് ഖാൻ വാസ് ഗുഡ്, നോട്ട് ബാഡ്. ഐ എം സെയിങ് ജസ്റ്റ് കൗശലും അടിപൊളി ചെയ്തിട്ടുണ്ട്. കൗശലിനും ആപ്പടെ ഒരു 20 മിനിറ്റൊക്കെ കണ്ടേ ഉള്ളൂ. പക്ഷേ 20 മിനിറ്റ് അരമണിക്കൂർ അടുപ്പിച്ചുണ്ട്. ആ അരമണിക്കൂറും കൗശൽ തകർത്തിട്ട് പോവും. കൗശലാണ് ഈ സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആക്ച്വലി. പിന്നെ ഷാറുഖ് ഖാൻ്റെ അതൊരു ആക്ച്വലി ഇത് വെറൈറ്റി റോളാണ്. പക്ഷേ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ഗുമ്മ് വന്നില്ല രാജ്കുമാർ ഹിരണിക്ക്, അത് എടുത്ത് പറയണം. പിന്നെ മ്യൂസിക് വാസ് റിയലി ഗുഡ്, അടിപൊളി മ്യൂസിക് ആയിരുന്നു. പ്രഥമായിരുന്നു പാട്ടുകളൊക്കെ ചെയ്തത്. കിഡിലം സോങ്സ് ആയിരുന്നു. പിന്നെ BGM സ്കോർ ചെയ്ത അമൻ എന്ന് പറയുന്ന ആളായിരുന്നു. BGM സ്കോറും കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല BGM സ്കോർ. പക്ഷെ പാട്ടാണ് മെയിൻ ഫാക്ടർ, അത് അടിപൊളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലത്തെ വിക്രം കൊച്ചാർ എന്ന് പറയുന്ന ആളുണ്ട്, അനിൽ ഗൗരവ്. ഇവരൊക്കെ ഈ രണ്ടുപേരും ഈ പടത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവർ രണ്ടുപേരാണ് ഈ പടത്തിൽ എനിക്ക് ഇച്ചിരി കൂടെ ഷാറുഖ് ഖാനെക്കാട്ടിലും എനിക്ക് ഇവരെ ആക്ട് ചെയ്യാൻ ഇച്ചിരി കൂടെ ഇഷ്ടപ്പെടുക. കാരണം ഇവർ ഇച്ചിരി കൂടെ ഭയങ്കര ഒരു നാച്ചുറൽ കോമഡി ആയിരുന്നു, കിട്ടിലും കോമഡി ആയിരുന്നു. ഈ പടം മുഴുവൻ അങ്ങനെ ഫ്ലോപ്പായി പോകത്തില്ല. ബിക്കോസ് കോമഡി ഉണ്ട്, അത്യാവശ്യം നല്ല കോമഡീസ് ഉണ്ട്, നമുക്ക് ചിരിക്കാൻ പറ്റിയ കോമഡീസ് ഉണ്ട്. ഷാറുഖ് ഖാൻ്റെ എല്ലാം കോമഡീസ് എല്ലാം ടപ്സീഡ് ആയാലും എല്ലാം നല്ല ഒരു കോമ്പിനേഷൻ കോമഡി എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ ഈ പടത്തിൽ മെയിൻ കണ്ടന്റ് അത് ഓപ്പൺ ആയാലേ നമുക്ക് അടിപൊളി ഇങ്ങനെ ഇരുന്ന് ഒരു ഫീൽ കിട്ടത്തുള്ളൂ. ഇപ്പം നമുക്ക് സഞ്ജുവിലായാലും നല്ലൊരു ആ ലൈഫ് സഞ്ജുവിൽ കോണ്ടന്റ് നോക്കണ്ട. 3 Idiots, മുന്നാബായ് MBBS, ലഗരോഹം മുന്നാബായ്, PK, ഇതിലത്തെ കണ്ടന്റൊക്കെ സ്ട്രോങ് ആയിരുന്നു. അതുപോലെ നമുക്ക് കാണിച്ചു തരുകയും ചെയ്തു. പക്ഷെ ഇതിൽ അതുപോലൊന്നും കാണിച്ചു തന്നിട്ടില്ല. കുറേ സീൻസ് കുറച്ച് സീൻസ് ഉണ്ട്, വളരെ കുറച്ചൊക്കെ ഉള്ളൂ. ആ ക്യാമ്പിൽ വരുന്ന സീനും വളരെ കുറച്ചൊക്കെ ഉള്ളൂ. ഈ ഡുങ്കി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ പാവപ്പെട്ട ആൾക്കാർ, വിസയ്ക്ക് പൈസ ഇല്ലാത്തൊരു പഠിപ്പും വിവരം ഇല്ലാത്ത ആൾക്കാർ, അങ്ങനെ ജോബ്ലെസ് ആയിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ, അവർ പോകുന്ന വഴിയാണ് ഡുങ്കി എന്ന് പറയുന്ന, വിച്ച് മീൻസ് അവർ ത്രൂ UK അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ ഒട്ടും നടക്കത്തില്ല. IELTS എക്സാമൊക്കെ എഴുതണം. അതിനൊന്നും പറ്റാത്തവർക്ക് ആക്ച്വലി ഇത് ഇല്ലീഗലാണ്. ഇങ്ങനെ ബൈ റോഡ് വഴി, കാട് വഴി, പിന്നെ കണ്ടെയ്നർ, അതൊക്കെ ഒരു പാർട്ടിലങ്ങ് ഷോർട്ടായിട്ട് കാണിച്ചല്ലാതെ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് അതെടുത്ത് കാണിച്ചിരുന്നെങ്കിൽ അവസാനം കാണിച്ച ആ ഫോട്ടോയ്ക്ക് ഒരു വാല്യൂ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നി. അതൊന്നും ഇതിൽ ഈ പടത്തിൽ വന്നില്ല. കുറച്ച് കോമഡിയും കുറച്ച് സെന്റിമെന്റ്സും വെച്ച് കഴിഞ്ഞാൽ ഒരു പടം ഫുൾഫിൽ ആവുമെന്നുള്ള ഈ കാര്യത്തിൽ രാജ്കുമാർ ഹിരണിക്ക് പാളിപ്പോയി. സത്യം പറഞ്ഞാൽ ഐ എം റിയലി ഡിസപ്പോയിൻറ്റഡ്. ഇതിൽ ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്, റിയലി അല്ല, കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. പക്ഷെ ബാക്കിയെല്ലാം വെച്ച് പടം ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. ബിക്കോസ് SRK ആണ്, അറിയാം. ഇവിടെയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അതുകൂടെ. കാരണം നമുക്ക് ആ ഒരു കണ്ടന്റ് കിട്ടിയില്ല, സ്ട്രോങ് ആയിട്ട് വന്നില്ല. കണ്ടന്റ് സൂപ്പർ കണ്ടന്റ് ആയിരുന്നു. എടുക്കേണ്ട പോലെ എടുത്തിരുന്നെങ്കിൽ നൈസായിട്ട് വന്നേനെ. ഓക്കെ ഗായ്സ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം അനന്ത് KC. എല്ലാം ആവട്ടെ.